കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എന്ന് പറയുന്നത് സ്പിരിച്വൽ യൂണിറ്റിയെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്പിരിച്വൽ യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ പറയാൻ കാരണം എന്താണ് എന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും. ഇന്ന് എല്ലാ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ലേഖനം സഭയോടാണ്, ഈ സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും വ്യക്തിബന്ധങ്ങൾക്കിടയിലാണെങ്കിലും ഒക്കെ ഭിന്നതകൾ വ്യാപരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പം വേദപുസ്തകത്തിൽ നമ്മൾ സഭ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു യേശുക്രിസ്തു എന്ന തല, അല്ലേ, ശരീരമാകുന്ന സഭ. അപ്പം അതിൽ സകല അവയവങ്ങളും ഒരുപോലെ കണക്റ്റഡാണ്, ആർക്കും വ്യത്യസ്തമില്ല. ഇപ്പം കാലിന് കാലിൻ്റേതായ പ്രവൃത്തി, കൈക്ക് കൈയുടേതായ പ്രവൃത്തി, ത്വക്കിന് ത്വക്കിൻ്റേതായ പ്രവൃത്തി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മാറിയാൽ നിശ്ചയമായിട്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഫങ്ഷൻസിനകത്തും വ്യത്യാസം വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പം ക്രിസ്തുവെന്ന തല ഇരിക്കെ ശരീരം യൂണിറ്റിയിൽ എല്ലാ അവയവങ്ങളും ഒരുപോലെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുന്നത്. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദിയെങ്കിൽ ദൈവം ഏദേൻ തോട്ടത്തിനകത്ത് ആദാമിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ എവിടെയാണ് പിശാച് തകർച്ചയുടെ സ്തോത്രം, ഇല്ലെങ്കിൽ പാപത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഹവ്വ മാത്രമുള്ള സമയത്താണ് പിശാച് അവിടെ വന്നത്. അവളോട് സംസാരിച്ച് അവളെ വശീകരണ വലയത്തിലേക്ക് കൊണ്ടുവന്ന് പാപത്തിലേക്ക് അവൾ വെൽക്കം ചെയ്ത് അവളിലൂടെ ആദാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരുമിച്ചിരിക്കേണ്ട ഇടത്ത്, അല്ലെങ്കിൽ ആദാമും ഹവ്വയും ഒരുമിച്ച് പൈശാചിക പ്രവർത്തികളെ പ്രതിരോധിക്കേണ്ട ഇടത്ത് അതവർക്ക് ചെയ്യാൻ കഴിയാതെ വന്നതാണ് പിശാചിൻ്റെ എൻട്രൻസിന് കാരണമായതെങ്കിൽ അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ പഠിച്ച് യേശു ഉലകത്തിലായിരുന്നപ്പോൾ പറഞ്ഞില്ലേ, രണ്ടുപേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് എന്ത് വിഷയം യാചിച്ചാലും എന്ന് പറഞ്ഞില്ലേ? അല്ല സ്തോത്രം, കാത്തിരുന്നവരുടെ മേൽ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? മോശയോടൊപ്പം അഹരോൻ എന്നുള്ളത് പോലെ അല്ല സ്തോത്രം, അവിടെ നിങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ല സ്തോത്രം, ദൈവം ഒരുമിച്ചു നിന്ന മേഖലകളെല്ലാം അല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഏലിയാവിന് എലിശയും എലിശയ്ക്ക് ഗേഹസിയും എന്നതുപോലെ ഒരുപാട് കണക്ടിവിറ്റി ആയിട്ട് അനേക മേഖലകളിൽ ദൈവം പ്രവർത്തിച്ച മണ്ഡലങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നുവൻ്റെ അർത്ഥം, ഐക്യതയോടെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടിൻ്റെ വരിയുണ്ട്, അല്ലെ, ഐക്യമായി നിന്ന് നാം വേല ചെയ്തിടുക ഇടിച്ചിടാം പേയിൻ കോട്ട എന്നൊക്കെ പറയുന്ന വരികളുണ്ട്. ഇവിടെയാണ് എഫെസ്യ ലേഖനത്തോട് ബന്ധപ്പെടുത്തി അല്ലെ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കണം എന്ന് പറയുന്നതിൻ്റെ ഭാഗം അതാണ്. അപ്പോൾ സമാധാന ബന്ധം എന്ന് പറയുന്നത് സമാധാനമുള്ളതായിരിക്കണം എന്നും കൂടെ അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എവിടെ ആരെ ഉദ്ദേശിച്ച ദൈവസഭയെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഐക്യതയോടെ നിൽക്കണം. രണ്ടാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, ഞാൻ ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. 4:2 ഇങ്ങനെ പറയുന്ന, സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. എന്നിട്ടാ പറഞ്ഞത്, അല്ല, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. ശ്രദ്ധിച്ച്, അപ്പോൾ എല്ലാം ഒന്നാണല്ലേ? അങ്ങനെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എവിടെയെങ്കിലും സഭയിലോ ജീവിത മേഖലകളിലോ എവിടെയെങ്കിലും അനൈക്യങ്ങളോ ഭിന്നതകളോ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് സ്തോത്രം പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ഭിന്നതയുടെ ആത്മാവിന് വെടിഞ്ഞിട്ട് ആത്മാവിൽ ഐക്യതയുള്ളവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകിടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.